ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവരും ക്രിസ്മസൊക്കെ ആഘോഷിച്ച് അങ്ങനെ സന്തോഷമായിട്ടിരിക്കുക അല്ലേ? ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് പഴുത്ത ഏത്തപ്പഴം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ എടുക്കാനും നമുക്ക് വീട്ടിലേക്ക് എടുക്കാനും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ പാറ്റി പോലെ ആക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ ഒരു മാസം വരെ ഇരിക്കും. ഇപ്പോൾ ഞാൻ ആ കടായിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യാണ് ഇതിന് നല്ലത്. അതിനകത്തോട്ട് ചോപ്പ് ചെയ്ത ഒരു 1/4 കപ്പ് കാഷ്യൂ നട്ട്സ് അത് ആഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഒരു സൈഡൊക്കെ ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് ഒരുപാട് മൂത്ത് പോകരുത്. പിന്നെ ഒരുപാടങ്ങ് വലുതുമായി പോലെ, കാരണം ഇത് ഷേപ്പ് ചെയ്യുമ്പോൾ അതിങ്ങനെ തള്ളി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഷേപ്പ് ചെയ്യാൻ. അപ്പോൾ അത് ഒരു സാമാന്യ മൂപ്പായി കഴിയുമ്പോഴേക്ക് അതിനകത്ത് തിരുമിയ തേങ്ങ, ചിരകിയ തേങ്ങ ഒരു 2 കപ്പ്, ലെവലായിട്ടുള്ള 2 കപ്പ് തേങ്ങ ഇട്ട്, അതും ഒരുപാടങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ നന്നായിട്ട് വഴലണം. നന്നായിട്ട് വഴന്നതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴേക്ക് അതിലേക്ക് 3/4 ടീസ്പൂൺ ഏലക്ക നന്നായിട്ട് പൊടിച്ചത്. അത് കുരുവായിട്ട് ചിലർ ഇടും, പക്ഷേ കുരുവായിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഇടയ്ക്ക് കയറി കടിക്കുമ്പോൾ അതൊരു വല്ലാത്ത ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ നന്നായിട്ട് പൊടിച്ച് ഏലക്കാപ്പൊടി ഇടുക. അതിലോട്ട് ഇടുന്നത്, അത് ഈ പഞ്ചസാര ഇടുന്നതിന് മുമ്പ് നമ്മളത് ഫ്ലെയിം ഓഫ് ചെയ്യണം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ആ തേങ്ങയുടെ ചൂട് കുറച്ചൊന്ന് പോയി കഴിയുമ്പോൾ ഈ 1/2 കപ്പ് പഞ്ചസാര അതിലോട്ടിടുക. പൊടിക്കുകയൊന്നും വേണ്ട, ആ തരിയായിട്ടുള്ള പഞ്ചസാര തന്നെ അതിലോട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 3 ഏത്തപ്പഴമാണ് കേട്ടോ. അത് ഒരുപാടങ്ങ് പഴുത്തു പോകാത്തത് വേണം, പക്ഷേ എന്നാൽ അതിനൊട്ടും കറച്ചവ കാണാനും പാടില്ല. ഒരുപാട് വെന്തു പോയാൽ, പഴുത്തു പോയാലുള്ള ഒരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇച്ചിരി ഒരു പാടുപെട്ട് നമ്മൾ ഉടയ്ക്കുന്ന ഒരു പരുവുണ്ടല്ലോ, ഏത്തപ്പഴം പുഴുങ്ങിയിട്ട് അത് നമ്മൾ ഉടയ്ക്കുമ്പോൾ നമ്മളൊരു ഇച്ചിരി വിരലുകൊണ്ട് നമ്മൾ ശക്തി കൊടുത്തിട്ട് ഇച്ചിരി ഒന്ന് ഉടച്ചെടുക്കേണ്ട ആ ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിലായിരിക്കണം ഏത്തപ്പഴം. പക്ഷേ ഇച്ചിരി പോലും കറയുണ്ടാവരുത് കേട്ടോ. ആ കറയുടെ ഒരു ചുവ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മുഴുവൻ മാറിപ്പോവും. അതിനേക്കാൾ നല്ലത് ഇച്ചിരി കൂടുതൽ പഴുത്ത പഴം തന്നെ എടുക്കുന്നത്. പിന്നെ ഷേപ്പ് ചെയ്യാൻ ഇച്ചിരി പാടുപെടുന്നേ ഉള്ളൂ. പിന്നെ ഓരോ ഏത്തപ്പഴവും പുഴുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ ചൂടൊരിച്ചിരി ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിൻ്റെ നടുക്കത്തെ ആ കുഞ്ഞു കറുത്ത ആ ഒരു നാരുണ്ടല്ലോ, ആ കുഞ്ഞു കുരു പോലെ ഇരിക്കുന്നത്, അതെല്ലാം എടുത്ത് മാറ്റണം. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടയ്ക്കുക. ഇത് അങ്ങ് പേസ്റ്റ് പോലെ ആവാൻ പാടില്ല കേട്ടോ. ഒരു ഇച്ചിരി കഷ്ണമായിട്ട് അതിൽ കിടക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ കുഴഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ പാത്രത്തിൽ കണ്ടല്ലോ, നമ്മൾ നെയ്ക്കകത്ത് തേങ്ങയും നട്ട്സും ഒക്കെ കൂടി മൂപ്പിച്ചതിനകത്തോട്ട് നമ്മൾ ഈ ഏത്തപ്പഴം പുഴുങ്ങി അതിൻ്റെ നാര് കളഞ്ഞതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എല്ലായിടത്തും ഒരുപോലെ ഒന്നാവണം, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെയും തേങ്ങയുടെയും ആ കൂട്ട് എല്ലായിടവും ഒരുപോലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് മുക്കി വറക്കുന്ന ഒരു പലഹാരമാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് മുക്കി വറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മൈദമാവ് എടുക്കാം. 1 കപ്പ് മൈദമാവാണ് എടുത്തത്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും ഒരു 3/4 കപ്പും, അത് കഴിഞ്ഞിട്ട് ഞാൻ അളന്ന് നോക്കി കേട്ടോ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ റെസിപ്പി പറയാനായിട്ട് എടുത്തത് 3/4 കപ്പ് വെള്ളവും പിന്നെ 1 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചപ്പം കറക്റ്റ് ആ പരുവത്തിനുള്ള ബാറ്ററായി. ഏത്തക്കാപ്പത്തിൻ്റെ ഒക്കെ ഉള്ള ആ ഒരു മാവുണ്ടല്ലോ, അതിലും ഒരു സ്വല്പം കൂടെ കട്ടിയുള്ളതാണ് നല്ലത്. എന്നിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ഇടുക. ഏലക്കാപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ പുട്ടുപൊടി ഉണ്ടല്ലോ. അപ്പോൾ പുട്ടുപൊടി നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷേ ചെറുതായിട്ടൊന്ന് ക്രിസ്പാകും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ സൈഡിലൊക്കെയുള്ള ആ ഒരു മാവ് വരുമ്പോൾ ചെറുതായിട്ട്, ഇപ്പം നമ്മൾ ഏത്തക്കാപ്പത്തിനാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഇച്ചിരി ക്രിസ്പായിട്ടുള്ളതുകൊണ്ട്, അപ്പോൾ ക്രിസ്പായിട്ടുള്ളത് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തൊരു 2 ടീസ്പൂൺ പുട്ടുപൊടിയും കൂടി ചേർത്താൽ മതി. എന്നിട്ട് അതെല്ലാം കൂടെ ഈ കറക്റ്റ് അളവിൽ, ഇപ്പം നിങ്ങളിപ്പോൾ 1 കപ്പ് മാവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ആ ഒരു അളവിൽ കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റായിരിക്കും. ഒരു കാരണവശാലും അത് തെറ്റത്തില്ല കേട്ടോ. ഇതിപ്പം ഞാനൊരു ഇച്ചിരി കൂടുതൽ പഴുത്തുപോയ പഴമായതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ നന്നായിട്ടൊന്ന് തണുക്കാൻ വെച്ചു. അപ്പോൾ അത് ഇച്ചിരി കൂടി ഒന്ന് ടൈറ്റ് ആവുമല്ലോ. അത് കഴിഞ്ഞിട്ട് എടുത്ത് ഷേപ്പ് ചെയ്യുവാണേ. അത് ഞാൻ ഷേപ്പ് ചെയ്യുന്നത് ഒരു പരിപ്പ് വടയുടെ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് വട്ടത്തിലാക്കിയിട്ട് അതിൻ്റെ സൈഡ് ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുക്കും. നമ്മൾ ചിലപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കുമല്ലോ, ഞാൻ ഈ ഷേപ്പിലല്ല കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്, സ്പൂണി വെച്ചിട്ടാണ്. നിങ്ങൾ കണ്ടല്ലോ അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കാണണേ. നല്ല കട്ട്ലറ്റാണ് കേട്ടോ. ഈ സ്നാക്കിൻ്റെ പേര് ബനാന പാറ്റീസ് എന്നാണേ.
എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഞാൻ മിക്കവാറും കരുതി വെക്കുന്ന 2 സ്നാക്സ് ആണ് കേട്ടോ, ഈ ബനാന പാറ്റീസും കട്ട്ലറ്റും. കാരണം എപ്പോൾ ഗസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് എടുത്തു കൊടുക്കാൻ നല്ല 2 സ്നാക്സ് ഉണ്ടാവുമല്ലോ കയ്യിൽ. അതുകൊണ്ട് ബനാന പാറ്റീസ് ആയാലും കട്ട്ലറ്റ് ആയാലും ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മാസമൊക്കെ ഒരു കുഴപ്പവും ഇല്ലാതിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വരുമ്പോൾ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയല്ലോ. ഇത് ഞാൻ എല്ലാം കൂടെ അങ്ങനെ ഷേപ്പ് ചെയ്യാതെ കുറച്ച് എളുപ്പവഴിക്ക് അതൊന്ന് മറ്റേ വട്ടത്തിലുള്ള ഷേപ്പ് ആക്കാതെ ഞാൻ ഒരു നീളത്തിലുള്ള ഓവൽ ഷേപ്പിൽ വെറുതെ ഇങ്ങനെ പിടി ഉണ്ടാക്കുന്നത് പോലെ ഞാൻ അങ്ങനെ വെച്ചിട്ട് ബാക്കിയുള്ളത് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാനിങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ സൗകര്യം കിട്ടുമ്പോൾ ഈ പരുവത്തിനുള്ള ഏത്തപ്പഴം കിട്ടുമ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഒരു സ്നാക്കാണ് കേട്ടോ. എന്നിട്ട് വിവരം അറിയിക്കണേ, ശരിയായോ ഇല്ലയോ എന്ന്. ശരിയാവാതെ വരത്തില്ല. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ കൊണ്ടും എൻ്റെ റെസിപ്പി കൊണ്ടും പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്